വിവരങ്ങളുമായി ചേർന്നത്. അഭിലാഷ തുടരുക. നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ് തത്സമയം. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. ലോകം ഒന്നാകെ ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു ചർച്ചയായിരുന്നു, ഉച്ചകോടിയായിരുന്നു കഴിഞ്ഞ ദിവസം, അതായത് അർദ്ധരാത്രിയോടുകൂടി ഈ വൈറ്റ് ഹൗസിൽ നടന്നത്. പക്ഷേ വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു വെടിനിർത്തൽ കരാറിലേക്കോ ധാരണയിലേക്കോ ഒന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നതാണ് സാഹചര്യം. പക്ഷേ പ്രതീക്ഷ ഇപ്പോഴും ബാക്കി വെക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ് താങ്കൾ ആ യോഗത്തെ വിലയിരുത്തുന്നത്? ഈ യോഗത്തെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് വിലയിരുത്താവുന്നത്. കാരണം 3.5 വർഷം നീണ്ടുനിന്ന യുദ്ധം ഒരു ദിവസം വെടിനിർത്തി എന്നതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാവുന്ന ഒരു തലത്തിലല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് യുദ്ധം നിർത്തുന്നതിനുള്ള ഒരു ഇച്ഛാശക്തി കാട്ടിയത് കൊണ്ടാണ് വ്ളാഡിമിർ പുടിൻ അലാസ്കയുടെ മണ്ണിൽ വന്ന് അമേരിക്കൻ പ്രസിഡന്റുമായി സംസാരിച്ചത്. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ഇതാ യൂറോപ്യൻ നേതാക്കൾ അമേരിക്കയിലുണ്ട്, വാഷിംഗ്ടണിലുണ്ട്. ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി അദ്ദേഹത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് എന്ത് ധാരണയിലെത്തിയാലും അത് ശാശ്വതമാകില്ല എന്ന ഒരു പൊതുബോധം. അതുകൊണ്ടാണ് എന്താണ് ഉക്രൈന്റെ സുരക്ഷാ ആവശ്യം, അങ്ങനെയുള്ള ചില ഉറപ്പുകൾക്ക് വേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ നേതാക്കളെയും സെലൻസ്കിയെയും അമേരിക്കയിലേക്ക് ക്ഷണിച്ചത്. നടന്ന ചർച്ചയിൽ വെടിനിർത്തൽ ധാരണയായില്ല എങ്കിലും വെടിനിർത്തലിലേക്ക് എത്തിച്ചേരാവുന്ന ചില ധാരണകൾ, ചില ഉറപ്പുകൾ, അത് രണ്ടു ഭാഗത്തു നിന്നും ചില ഉറപ്പുകളുണ്ട്. പുടിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നൽകിയ ഉറപ്പുകൾ ഒരുപക്ഷെ സെലൻസ്കിയുമായി ട്രംപ് വിശദീകരിച്ചിട്ടുണ്ടാവണം. സെലൻസ്കിക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ നോ ടെറിട്ടോറിയൽ ട്രാൻസ്ഫർ. റഷ്യ ആഗ്രഹിച്ചത് രണ്ട് കാര്യങ്ങളാണ്. പുറമെ പറയുന്ന ഒരു കാര്യവും പറയാതെ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം. പുറമെ പറഞ്ഞത് ഉക്രൈനിൽ നിന്നും പ്രത്യേകിച്ച് നാറ്റോയിലൂടെ റഷ്യ വളരെ വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നു, അതുകൊണ്ട് നെറ്റോയിൽ ഉക്രൈന് അംഗത്വം നൽകില്ല എന്ന കാറ്റഗോറിക് തീരുമാനം യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ നെറ്റോ സഖ്യകക്ഷികൾ എടുക്കുകയും അമേരിക്ക അത് ഫോർമലായി പ്രസിഡന്റ് പുടിനെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭാഗികമായി ഉക്രൈൻ അധിനിവേശത്തിനുള്ള ഹേതുവാകുന്ന മൂലകാരണം അവിടെ കണ്ടെത്തി കഴിഞ്ഞു, അത് അവസാനിപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കൾച്ചറലാണ്. രണ്ടാമത്തെ കൾച്ചറൽ എന്ന് പറയുമ്പോൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന, റഷ്യൻ സംസ്കാരം നിലവിലുള്ള ഏതാനും പ്രദേശങ്ങൾ ഉക്രൈന്റെ കിഴക്കൻ ഭാഗത്തുണ്ട്. അതിൽ ഒന്നാണ് ഡോൺബാസ് മേഖല. അവിടെയുള്ള ഡൊണസ്ക്, ലുഹാൻസ് പ്രവിശ്യകളിൽ ഏറെ റഷ്യൻ വംശജരുണ്ട്. അവർക്ക് ഒരുപക്ഷെ റഷ്യയോടൊപ്പം ചേരാനാണ് താല്പര്യം എന്ന് പുടിൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് ആ മേഖലയുടെ നിയന്ത്രണം ഇപ്പോൾ റഷ്യ ഏറ്റെടുത്തിരിക്കുന്നു. യുദ്ധത്തിലൂടെ ആ മേഖലയുടെ സിംഹഭാഗവും പിടിച്ചെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ സപ്രോഷ്യ എന്ന പ്രദേശം, ഖർസൻ എന്ന പ്രദേശം, ഈ പ്രദേശത്തെയും സിംഹഭാഗങ്ങൾ ഇപ്പോൾ റഷ്യൻ പട്ടാളത്തിന്റെ കൈവശമാണ്. അതിന് പുറമെയാണ് 2014 റഷ്യ കീഴടക്കിയ ക്രൈമിയ പെനിൻസുല. അത് വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ്. പണ്ട് സ്റ്റാലിനിസ്റ്റ് കാലത്തിന് ശേഷം, അത് ക്രൂഷ്ചേവിന്റെ കാലം വന്നപ്പോൾ റഷ്യ ഉക്രൈന് കൈമാറിയ റഷ്യയുടെ ഭൂമിയായിരുന്നു. അത് തിരിച്ച് വേണം, അത് ഔപചാരികമാക്കണം. തങ്ങൾ പിടിച്ചെടുത്തു എന്നത് ശരിയാണ്, അതിന്റെ നിയന്ത്രണം തങ്ങൾ കാണുന്നത് ശരിയാണ്. പക്ഷേ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം, അതായത് അത് റഷ്യയുടെ അവിഭാജ്യ ഘടകമായി ഉക്രൈൻ അംഗീകരിക്കണം. ഈ ഒരു ആവശ്യത്തിൽ നിന്നും ഒരു കാരണവശാലും പുടിൻ പിന്നോട്ട് പോവില്ല. അതുപോലെ ഡൊണസ്ക് മേഖല, അവിടെ ചില ഭാഗങ്ങൾ കൈമാറ്റം ചെയ്തുകൊണ്ട് മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്നതുകൊണ്ടാണ് ഉക്രൈനിയൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിയെ ഇത് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം നെയ്റ്റോയിൽ ഉക്രൈൻ ചേരുന്നില്ല എന്നത് ക്ഷിപ്രസാധ്യമായ കാര്യമാണ്. നെയ്റ്റോ കക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങൾ അത് സമ്മതിച്ചാൽ മതിയാകും. അത് മാത്രമല്ല, നെയ്റ്റോയിൽ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു രാജ്യം ചേരണമെങ്കിൽ എല്ലാ രാജ്യങ്ങളും, നെയ്റ്റോയ്ക്ക് 30ഓളം അംഗരാജ്യങ്ങളുണ്ട്, ഇതെല്ലാ അംഗരാജ്യങ്ങളും ഒരുപോലെ സമ്മതിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു രാജ്യം, അത് അമേരിക്ക ആകട്ടെ വേറെ ഏതെങ്കിലും രാജ്യമാകട്ടെ, അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു പുതിയ രാജ്യത്തിന് നെയ്റ്റോയിൽ കടന്നു വരാൻ ആവില്ല. അതായത് ചുരുക്കത്തിൽ ഈ ചർച്ചകൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൂചന, ഉക്രൈൻ ഒരു കാലത്തും നെയ്റ്റോയിൽ അംഗത്വം പ്രതീക്ഷിക്കേണ്ട. അതായിരുന്നു അടിസ്ഥാന വിഷയം. ആ കാര്യത്തിൽ ഏതാണ്ട് 100% ധാരണ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഉക്രൈൻ അത് ഇൻസിസ്റ്റ് ചെയ്യാനും സാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം, ഉക്രൈന് ഇനി യുദ്ധം വെടിനിർത്തൽ സംഭവിച്ചാൽ പോലും സെലൻസ്കി പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങൾക്ക് വേണ്ടത് വെടിനിർത്തലല്ല, ശാശ്വതമായ സമാധാനമാണ്. ആരാണ് ഈ ശാശ്വത സമാധാനം ഉറപ്പു നൽകുക? അത് ഉറപ്പു നൽകാനുള്ള തീരുമാനമാണ് കഴിഞ്ഞ രാത്രിയിലത്തെ ഉച്ചകോടിയിൽ എടുത്തിട്ടുള്ളത്. ഉക്രൈനെ എന്ത് വിധേനയും, ഉക്രൈൻ ആക്രമണ വിധേയമായാൽ
നെയ്റ്റോ അംഗത്വം ഇല്ലാതെ തന്നെ എന്ത് വിധേനയും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് നെയ്റ്റോ രാജ്യങ്ങളെല്ലാം ചേർന്ന് സംരക്ഷിക്കും എന്ന കൃത്യമായ ഉറപ്പാണ് സെലൻസ്കിക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് സെലൻസ്കി ആ ഉറപ്പുമായിട്ടായിരിക്കണം തിരികെ പോകുന്നത്. ആ ഉറപ്പ് അമേരിക്കയ്ക്ക് മാത്രം നൽകാവുന്നതല്ല. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ, അതുപോലെ ഫിൻലൻഡ് ലീഡർഷിപ്പ്, അങ്ങനെ അതായത് യൂറോപ്യൻ രാഷ്ട്ര തലവന്മാരുടെ ഒരു സാന്നിധ്യത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഘട്ടത്തിലാണ്. ഈ നേറ്റോ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യുക്രൈന് നേറ്റോ പ്രവേശനം ത്തിലേക്ക് കടക്കാൻ കഴിയില്ല. പക്ഷെ അതേസമയം ഭാവിയിലേക്കുള്ള സുരക്ഷ ഉറപ്പ് നൽകാൻ ഈ ലോക രാഷ്ട്ര തലവന്മാർ അത്തരത്തിലൊരു ഉറപ്പ് യുക്രൈന് നൽകി എന്നതാണ് നിലവിലത്തെ സാഹചര്യം, അല്ലേ? അങ്ങനെയാണ് ആര്യ വിശ്വസിക്കേണ്ടത്. കാരണം ഈവൻ പോസ്റ്റ് നെയ്റ്റോ അറേഞ്ച്മെന്റ് അതിലേക്ക് കൂടി ഒരുപക്ഷെ ഇപ്പോൾ ഉക്രൈൻ ചിന്തിക്കുന്നുണ്ടാവും. കാരണം അമേരിക്ക എക്കാലത്തും ഈ ഒരു ബിൽഡപ്പിൽ നിൽക്കണമെന്നില്ല. അമേരിക്ക യൂറോപ്പിൽ നിന്നും ഏറെ മാറിക്കിടക്കുന്ന, അറ്റ്ലാന്റിക്കിന് പടിഞ്ഞാറ് കിടക്കുന്ന മഹാരാജ്യമാണ്. യൂറോപ്പിന്റെ സുരക്ഷ യൂറോപ്യൻ രാജ്യങ്ങൾ നോക്കിയെങ്കിലേ പറ്റൂ. അങ്ങനെയെങ്കിൽ യൂറോപ്പ് ഒരുമിച്ച് നിന്നാൽ അമേരിക്ക ഇല്ല എങ്കിൽ പോലും നാളെ അമേരിക്കയ്ക്ക് മറ്റൊരു പ്രസിഡന്റ് വരും. ട്രംപിനെ പോലെ മറ്റൊരു സ്വല്പം വ്യത്യസ്തമായി ചിന്തിക്കുന്ന മറ്റൊരു പ്രസിഡന്റ് വരും. യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക ഒരു ബാധ്യതയായി കണ്ടുകൊണ്ട് ഒരുപക്ഷെ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും ഉക്രൈന് ഉറപ്പുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉറപ്പ്. ആ ഉറപ്പ് ആത്യന്തികമായി ലഭിക്കേണ്ടതുണ്ട്. അത് യൂറോപ്പിന്റെ തന്നെ സംരക്ഷണത്തിന് ആവശ്യവുമാണ്. കാരണം ഉക്രൈനെ കാണാൻ ഉക്രൈനെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം കാണാൻ സാധിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അവരുടെ ഒരു സഖ്യകക്ഷി എന്നതിൽ നിന്നും ഒരു ബഫർ സ്റ്റേറ്റ് എന്നതിലേക്കാണ്. ബഫർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ റഷ്യക്കും പടിഞ്ഞാറൻ യൂറോപ്പിനും ഇടയിൽ ഒരു കുഷ്യൻ പോലെ, ബഫർ പോലെ, ഷോക്ക് അബ്സോർബർ പോലെ റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിച്ചു നിർത്താനുള്ള ഒരു നിഷ്പക്ഷ രാജ്യം എന്ന നിലയിൽ ഉക്രൈനെ കാണുന്നതിലേക്ക് എത്തി നിന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ചർച്ച പൂർണ്ണമായി രണ്ടു കൂട്ടർക്കും അനുകൂലമായി വരൂ. കാരണം റഷ്യയുടെ ആവശ്യം അത് തന്നെയാണ്. നിങ്ങൾ പാശ്ചാത്യ ചേരിയിൽ ഉക്രൈനെ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീണ്ടും അധിനിവേശം ഉണ്ടാകാൻ, യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പെർസെപ്ഷൻ മാറേണ്ടതുണ്ട്. അവർ എക്കാലത്തും കണ്ടതുപോലെ ഉക്രൈനെ നിഷ്പക്ഷ രാജ്യമായി റഷ്യക്കും യൂറോപ്പിനും ഇടയിലുള്ള ഒരു വരമ്പായി, അതിനായി ഇപ്പോൾ ഈ ട്രഡീഷണലി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഒരു നിഷ്പക്ഷ മേഖലയായിരുന്നു ടിബറ്റ് ചൈന പിടിച്ചെടുത്തപ്പോൾ ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി വർദ്ധിച്ചു. അതുകൊണ്ട് ഒരു ബഫർ സ്റ്റേറ്റായി ഇമ്പീരിയൽ ചൈനയ്ക്കും ബ്രിട്ടീഷ് കൊളോണിയൽ ഇന്ത്യക്കും ഇടയിലുള്ള നിഷ്പക്ഷ പ്രദേശമായ ഒരു കിങ്ഡമായിരുന്ന ടിബറ്റൻ മേഖലയെ അന്ന് കണ്ടിരുന്നത് പോലെ ഇപ്പോൾ അതല്ല അവസ്ഥ. അത് മാറിയപ്പോൾ, സ്റ്റേറ്റസ് കോ മാറിയപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നാം കാണുന്നതാണ്. ആ രീതിയിലേക്ക് ഉക്രൈനെ കൊണ്ടുപോകാനാണ് ഒരുപക്ഷെ റഷ്യ ആഗ്രഹിക്കുന്നത്. അതിന് വഴങ്ങിക്കൊടുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാവുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ സുരക്ഷാ ഉറപ്പുകളുമായിട്ടായിരിക്കണം സെലൻസ്കി തിരികെ പോകുന്നത്. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ രണ്ട് ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ആദ്യം നടക്കേണ്ടത് ഏതാനും ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ത്രികക്ഷി ചർച്ചയ്ക്കുള്ള ധാരണ എത്തിക്കഴിഞ്ഞു. അതായത് പുടിൻ, ട്രംപ് ആൻഡ് സെലൻസ്കിയുടെ ഏറ്റവും വലിയ പരിഭവം തങ്ങളുടെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കാൻ തങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത നിങ്ങൾ വൻ ശക്തികൾ സംസാരിച്ചാൽ എങ്ങനെ ശരിയാവും? ഇനി അങ്ങനെയല്ല, സെലൻസ്കിയുടെ സാന്നിധ്യത്തിൽ, ഉക്രൈനിയൻ ലീഡറിന്റെ സാന്നിധ്യത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ സംസാരിക്കുന്നു. അതിനുശേഷം ഒരുപക്ഷെ പുടിൻ സെലൻസ്കി ചർച്ചയും ഉണ്ടാവും. ആത്യന്തികമായ ധാരണ അവിടെയാണ് ഉണ്ടാകേണ്ടത്. അതിനുള്ള ഒരു കാറ്റലിസ്റ്റ് എന്ന നിലയിൽ അമേരിക്ക പ്രവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകും. കാരണം ഒരു തേർഡ് പാർട്ടി മീഡിയേഷൻ എന്നത് ആദ്യഘട്ടത്തിൽ ആവശ്യമാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭംഗിയായി നടക്കുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും. ഡോക്ടർ മോഹൻ വർഗീസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. ദയവായി തുടരുക ഡോക്ടർ മോഹൻ വർഗീസ്. താങ്കളിലേക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും മടങ്ങിയെത്താം. എന്തായാലും